സ്മാർട്ട് ഫോണുകളുടെ അമിത ഉപയോഗം പലതരത്തിലുള്ള ശാരീരിക മാനസിക പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ടെന്ന് പൊതുവെ എല്ലാവർക്കും അറിയാം. അത്തരത്തിൽ ഫോൺ ഉപയോഗം കൂടുന്നത് കൊണ്ട് ആളുകളെ ബാധിക്കുന്ന ഒരു ശാരീരിക പ്രശ്നമാണ് സ്മാർട്ട് ഫോൺ പിങ്കി. പേര് കേൾക്കുമ്പോൾ കൗതുകം തോന്നുമെങ്കിലും കാര്യം അത്ര നിസ്സാരമല്ല. ഫോൺ സ്ക്രോൾ ചെയ്യുമ്പോഴോ വീഡിയോകൾ കാണുമ്പോഴോ സ്ക്രീൻ സമയത്തെക്കുറിച്ച് ആരും ചിന്തിക്കാറില്ല. എന്നാൽ മണിക്കൂറുകളോളം ഇത്തരത്തിൽ ഫോൺ പിടിക്കുന്ന നിങ്ങളുടെ വിരലുകളെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഉപയോഗം കഴിഞ്ഞ് തിരികെ ഫോൺ താഴെ വെക്കുമ്പോൾ ചെറുവിരലിനുണ്ടാകുന്ന വേദനയും പലരും അവഗണിക്കും. സ്മാർട്ട് ഫോൺ ഉപയോഗം കൊണ്ട് ചെറുവിരലിനെ ബാധിക്കുന്ന ആരോഗ്യ അവസ്ഥയാണ് സ്മാർട്ട് ഫോൺ പിങ്കി. ഫോൺ ഉപയോഗിക്കുമ്പോൾ തള്ളവിരൽ മിക്ക ചലനങ്ങളും കൈകാര്യം ചെയ്യും. അപ്പോൾ ഫോണിന്റെ ഭാരം താങ്ങി നിർത്തുന്നത് ചെറുവിരലായിരിക്കും. ഇത് ചെറുവിരലിലെ മൃദുവായ കോശങ്ങൾ, സന്ധികളുടെ ഘടനകൾ, പേശികൾ എന്നിവയിലേക്ക് സമ്മർദ്ദം ചെലുത്താനിടയാക്കും. സ്മാർട്ട് ഫോൺ പിങ്കി ഒരു ഔദ്യോഗിക മെഡിക്കൽ രോഗനിർണയമല്ല. എന്നാൽ ഫോണിന്റെ ദീർഘനേരത്തെ ഉപയോഗവും ഭാരവും വിരലുകളുടെ ചലനത്തെ നിർണ്ണയിക്കുന്ന ടെൻഡോണുകളെയും അവയുടെ വഴക്കത്തെയും നിലനിർത്തുന്ന സന്ധികളെയും ബാധിച്ചേക്കാം. ഓരോ ആളുകൾക്കനുസരിച്ചും അനുഭവപ്പെടുന്ന ലക്ഷണങ്ങൾ വ്യത്യാസമായിരിക്കാം. കൈകളുടെ പുറംഭാഗത്ത് മരവിപ്പ് അല്ലെങ്കിൽ തരിപ്പ് അനുഭവപ്പെടുക, ദീർഘനേരം ഫോൺ സംഭാഷണം നടത്തിയതിനു ശേഷം വിരലുകളുടെ സന്ധിയിൽ വേദനയോ മുറുക്കമോ അനുഭവപ്പെടുക, ചെറുവിരൽ വളയ്ക്കുന്നതിനോ നിവർത്തുന്നതിനോ അസ്വസ്ഥതയുണ്ടാവുക, ഇങ്ങനെ ലക്ഷണങ്ങൾ ഓരോ ആളുകളിലും വ്യത്യാസപ്പെട്ടേക്കാം. ഈ ഡിജിറ്റൽ യുഗത്തിൽ സ്മാർട്ട് ഫോൺ അടക്കമുള്ള ഉപകരണങ്ങളുടെ ഉപയോഗം ഒഴിവാക്കാനാകില്ല. എന്നാൽ ചില കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ ബുദ്ധിമുട്ടുകൾ ഒരു പരിധിവരെ ഒഴിവാക്കാം. ഒരു കൈ ഉപയോഗിച്ച് ഫോൺ ഉപയോഗിക്കുന്നതിന് പകരം രണ്ട് കൈകളും ഉപയോഗിച്ച് ചെറുവിരലിൽ ഫോൺ പിടിക്കുന്ന ഭാരം ക്രമീകരിക്കുക. കൂടുതൽ സമയം ഫോൺ ഉപയോഗിക്കുന്നതിന് പകരം ഇടയ്ക്കിടയ്ക്ക് ഇടവേളകൾ എടുക്കാം. വീഡിയോകളും മറ്റും കാണുമ്പോൾ ഫോൺ സ്റ്റാൻഡുകൾ ഉപയോഗിക്കാവുന്നതാണ്. കൈവിരലുകൾ നിവർത്തിയും മടക്കിയും ചെറിയ എക്സസൈസുകളും ചെയ്യാവുന്നതാണ്.